ഇപ്പൊ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി പണികൾ ചെയ്തിട്ടുണ്ട്, ചെയ്യാത്ത പണികളൊന്നും ഇല്ലാന്ന്. ശരിക്കും ആ ഒരു അവസ്ഥയിലൂടെ കടന്നു വന്നതാണല്ലോ ഭാര്യ. അപ്പൊ എങ്ങനെയൊക്കെ ചേച്ചി ജോലിക്ക് പോകുമ്പം എന്താണ് ശരിക്കും തോന്നിയിട്ടുണ്ടായിരുന്നത്? ഞാൻ ജോലിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ അന്നേരം പിന്നെ എന്റെ കഷ്ടപ്പാട് കണ്ടിട്ട് പുള്ളി പോകണം. അല്ലാണ്ട് ഞാനായിട്ട് പറഞ്ഞു വിട്ടിട്ടില്ല ഇതുവരെ. വേണ്ട പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും കൂടെ ചെയ്താൽ അത്രയും കൂടി ആൾക്കാരുടെ മുന്നിൽ നമുക്ക് നുറന്നു നിൽക്കാമല്ലോ. എന്താന്ന് വെച്ചാൽ ആദ്യം ഞങ്ങൾക്ക് റേഷൻ കാർഡില്ല. അപ്പൊ വിലയേറിയ മേടിക്കും. ആ മാരിക്ക് വില 200, അന്ന് ആ സമയത്തൊക്കെ 200 തോന്നല്ലേ ഒരു 5 കിലോ അരിക്ക്. അപ്പൊ ഈ സാധനം ഞങ്ങള് 4 പേരില്ലേ, പിന്നെ ആരെങ്കിലും വന്ന ചില അളിയനും ചിലപ്പോ അമ്മയൊക്കെ വരുമല്ലോ. അപ്പൊ ഈ 5 കിലോ എന്നുള്ളത് 8 കിലോ. അപ്പൊ അങ്ങനെ ഒരു ടൈറ്റൊക്കെ വരുമ്പോ പുള്ളിക്കാരത്തി അങ്ങനെ നോക്കിയപ്പോ എന്നെ കൊണ്ട് നടക്കാൻ പുള്ളിക്ക് തോന്നി. അപ്പം അങ്ങനെ പുള്ളി പോകാൻ തുടങ്ങിയത്. തെങ്ങേറാൻ പോയത് അതൊക്കെ ഞാൻ മടിപ്പിച്ച. ഞാൻ പാലേ നിൽക്കുമ്പോഴാണ് തെങ്ങേറ്റം ഇയാൾ പോയി പഠിക്കണത്. എനിക്കറിയാൻ പോലെ. അപ്പൊ പെട്ടെന്ന് തന്നെ എന്നെ വിഷയം കിട്ടണ അവിടുന്ന് എന്നെ വിളിച്ചു പറഞ്ഞ് അത്യാവശ്യം ഇവിടെ വരുമ്പോൾ മന്നം ശനിയാഴ്ച ഒരു സ്ഥലം വരെ പോകണമെന്ന് പറയും. അങ്ങനെ ഞാൻ പേടിച്ചിട്ട് വന്നതാണ്. പിറ്റേ ദിവസം രാവിലെ കഞ്ഞിക്കുഴി പഞ്ചായത്തിലാണ് പോകേണ്ടത്. അവിടെ ചെല്ലുമ്പോഴാണ് ഇവളിങ്ങനെ പഠിക്കാൻ പോണ കാര്യം ഞാൻ അറിയാം. എന്നോട് പറയേണ്ട പോയി.